ഒന്നാമതായി ഇന്ന് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറത്തൊരു വികാരത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഇവിടെ അധ്യാപകനായ ബിനീഷ് സാറും സംസാരിക്കുന്നത് അതേ ഒരു സ്ലാങ്ങിലാണ്. ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ്. എന്താ മലപ്പുറത്ത് പഠിക്കാൻ സീറ്റില്ല, ഞങ്ങൾ വികാരപ്പെടുന്നു, എന്താ അതിലെ തെറ്റ്? എന്താ മന്ത്രി കണ്ട കുഴപ്പം? എന്താണ് അധ്യാപകൻ ബിനേഷ് കണ്ട കുഴപ്പം? ഞങ്ങൾക്ക് സീറ്റിനെ കുറിച്ച് ചോദിച്ചുകൂടെ? മലപ്പുറത്തുകാർക്ക് സീറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലേ? ഇപ്പോൾ അദ്ദേഹം ഇത്രയും നേരം സംസാരിക്കുമ്പോൾ അജിംസിനോട് പറഞ്ഞത് കുറേ കണക്കുകൾ പറഞ്ഞു. മലപ്പുറത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, കേരളത്തിലെ മൊത്തം പ്രശ്നത്തിന്റെ കാരണം UDF ആണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ 1998 ശ്രീമൻ EK നായനാർ ഗവൺമെന്റ് കാലത്താണ് ഈ പറഞ്ഞ +2 സംവിധാനത്തെ നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾ പരിശോധിക്കുക. 98 EK നായനാർ ഗവൺമെന്റ്, 2001 ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, 2006 ശ്രീമൻ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, 2011 ശ്രീമൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, 2016 ഒന്നാം പിണറായി ഗവൺമെന്റ്, 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് എന്ന് വെച്ചാൽ 1998 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 6 മന്ത്രിസഭകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. 4 തവണയും ഭരിച്ചത് LDF ആണ്, 2 തവണ ഭരിച്ചത് UDF ആണ്. ഈ ഓരോ തവണയും എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും നിങ്ങൾ. ഇതേ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഈ ജനങ്ങളോട് സംസാരിക്കേണ്ട, സത്യം പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. 1998 നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ +2 സംവിധാനം കൊണ്ടുവന്നു. അസന്തുലിതാവസ്ഥ ആരംഭിക്കുന്ന അവിടെയാണ്. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള മന്ത്രിസഭ അത് കൊടുക്കുന്ന സമയത്ത് +2 സീറ്റ് അനുവദിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയിൽ നിന്ന് +2 അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഒന്നായി കാണാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. 397 ബാച്ചുകൾ പുതുതായി അനുവദിക്കുമ്പോൾ മലബാറിൽ വളരെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കണക്കുകൾ സഹിതം പറയാൻ തയ്യാറാണ്. അത് കാറ്റഗറി തിരിച്ച് കണക്ക് നമ്മളെ കയ്യിലുണ്ട്. ഏറ്റവും കുറവ് മലബാർ മേഖലയിൽ വന്നു. വലിയ അസന്തുലിതാവസ്ഥയുണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത് വന്ന ഉമ്മൻചാണ്ടി ആന്റണി ഗവൺമെന്റ് നിങ്ങൾ പരിശോധിക്കുക. 2001 നേരത്തെ ചോദിച്ചോളൂ എന്ത് ചെയ്തു വന്ന്. ഞാൻ പറയട്ടെ, എല്ലാ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളായി അനുവദിച്ചത് ഈ ഘട്ടത്തിലാണ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പുതിയ ബാച്ച് അനുവദിച്ചത് 2001 ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ശ്രീമൻ ET മുഹമ്മദ് ബഷീറും നാലകത്ത് സൂപ്പിയും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. സ്വാഭാവിക ചോദ്യമുണ്ട്, അജിംസി വെച്ചൊരു ചോദ്യം, മലപ്പുറത്തിന് വേണ്ടി എന്ത് ചെയ്തു? മലപ്പുറത്താണ് വലിയ പ്രശ്നമുള്ളത്. ആ ഘട്ടത്തിൽ 49 സ്കൂളുകൾ മലപ്പുറത്ത് അപ്ഗ്രേഡ് ചെയ്ത ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. തൊട്ടിപ്പിറകിൽ വന്നത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. ഞാൻ ശ്രീ ബിനീഷിനോട് ചോദിക്കട്ടെ, VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അന്ന് വിജയബേരി എന്ന് പറയുന്ന ഒരു പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു. മലപ്പുറം പിന്നോക്കം നിൽക്കുന്നു, വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി ഉണ്ടാക്കി. ഒരുപക്ഷെ വിജയ ശതമാനത്തിൽ 60-70% ഇരുന്ന മലപ്പുറം ജില്ല ആ പദ്ധതിയോടുകൂടി 90% ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ഭരിക്കുന്നത് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ്. ബാധ്യതയുണ്ട്. ഒരു ജില്ല വളരെ കൃത്യമായ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളെയും അധ്യാപകരെയും ചേർത്ത് ഒരു വിദ്യാഭ്യാസപരമായി വലിയൊരു കുതിപ്പ് ഈ 2006 വിജയബേരി പദ്ധതിയിൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്നത് ഒരു മന്ത്രിസഭയുടെ സ്വാഭാവികമായി അവർക്ക് നൽകേണ്ട, ജില്ലക്ക് നൽകേണ്ട ഒരു പരിഗണനയാണ്. അത് നൽകിയില്ല. തൊട്ടിപ്പിറകിൽ വന്ന 2011 രണ്ടാമത്തെ UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 1402 ബാച്ചുകൾ അനുവദിച്ചു. 84,000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നൽകി. ആ അവസരത്തിൽ സ്വാഭാവികമായി കൂടുതൽ നൽകേണ്ടത് മലപ്പുറം ജില്ലക്കാണ്. ഞങ്ങൾ നൽകിയല്ലോ. 24 ഹൈസ്കൂളുകളിൽ ഞങ്ങൾ പുതുതായി നൽകി. 173 ബാച്ചുകൾ അനുവദിച്ചു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. തൊട്ടിപ്പിറകിൽ വന്ന പിണറായി വിജയന്റെ ഒന്നാം ഗവൺമെന്റ് നേരത്തെ അജിംസിയോടെ പറഞ്ഞു, ഒരു ബാച്ച് കൊടുത്തില്ല, ഒരു സീറ്റ് വർദ്ധിപ്പിച്ചില്ല, ഒരു സ്കൂളിലും പുതിയ ഹയർ സെക്കൻഡറി അനുവദിച്ചില്ല. 2021 വീണ്ടും പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒരു പുതിയ ബാച്ച് അനുവദിച്ചില്ല, ഒരു പുതിയ സീറ്റ് അനുവദിച്ചില്ല, ഒരു പുതിയ സ്കൂൾ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ +2 സംവിധാനം വന്ന ശേഷം 6 ഗവൺമെന്റുകൾ വന്നപ്പോൾ 4 തവണയും വന്നത് LDF ഗവൺമെന്റാണ്. ആ 4 തവണ ഭരിച്ച LDF ഗവൺമെന്റ് അവരുടെ മുഖ്യമന്ത്രിമാർ ഈ ജില്ലയോടും മലപ്പുറം ജില്ലയോടും മലബാറിനോടും അവഗണന കാണിക്കുകയും 98 ശ്രീമാൻ EK നായനാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഈ അസന്തുലിതാവസ്ഥ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ UDF ഗവൺമെന്റ് അതിന് ശ്രമം നടത്തി. നിങ്ങൾക്കറിയാലോ, ശ്രീമാൻ അബ്ദുറബ്ബിന്റെ കാലത്ത് വലിയ രൂപത്തിലേക്ക് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ മലബാറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൽ അബ്ദുറബ്ബിന്റെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടത്തി. അന്നാണ് അബ്ദുറബ്ബിനെ ഒറ്റയിട്ട് വർഗീയവാദിയായി ആക്രമിക്കുന്ന കാരണം ഉണ്ടായത്. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു, മലപ്പുറത്ത് കുറവുണ്ട്, മലബാറിൽ കുറവുണ്ട്, എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. അന്ന് അബ്ദുറബ്ബിനെ ഒറ്റയാടി വേട്ടയാടി ആക്രമിച്ചു. അദ്ദേഹത്തെ അത്തരം നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ധീരമായ നിലപാടാണ് അന്ന് അബ്ദുറബ്ബ് എടുത്തത്. അതുകൊണ്ടാണ് 84,000-ഓളം കുട്ടികൾക്ക് കേരളത്തിൽ ഒന്നാകെ പുതിയ സീറ്റ് അനുവദിച്ചത്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ +1 സംവിധാനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ ബാച്ച് അനുവദിച്ചത്. ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി മലബാറിൽ മാത്രമായിരുന്നു അന്ന് അനുവദിച്ചത്. നവാസ്, അങ്ങനെ അനുവദിക്കുമ്പോൾ മലബാറിൽ മാത്രം അനുവദിക്കുകയാണോ ചെയ്തത്? അല്ല, കേരളത്തിൽ ഒന്നാകെ സ്പെഷ്യൽ പാക്കേജായി ആവശ്യമില്ലാത്തടത്ത് അനുവദിച്ചു. അങ്ങനെയല്ല, നമ്മൾ സ്വാഭാവികമായി അപ്ലിക്കേഷനുകൾ ഉണ്ടാവുക, ആ അപ്ലിക്കേഷനുകളെ പരിഗണിക്കുക എന്നത് കേരളത്തിന്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. ആ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായി കുറവുള്ള ഒരിടം എന്ന രീതിയിൽ മലബാറിൽ അധികമായി നൽകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മൊത്തം 1402 ബാച്ച് അനുവദിക്കുമ്പോൾ അതിൽ 10,250-ഓളം ബാച്ച് അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്.
അത് മലപ്പുറത്തോട് പ്രത്യേക പരിഗണന കാണിച്ചതല്ല. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായത് മലപ്പുറത്താണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നേരത്തെ മന്ത്രിയുടെ ഒരു ബൈറ്റ് ഇത് നിങ്ങൾ മീഡിയ വണ്ണ് കാണിച്ചു. അതിൽ അദ്ദേഹം പറയാൻ മലപ്പുറത്തൊരു പ്രത്യേക വികാരം എന്താ, ഞാൻ പോകാനായിട്ട് മന്ത്രിയോട് ചോദിക്കട്ടെ, മലപ്പുറത്തുകാർക്ക് അവകാശമില്ലേ? നിങ്ങളിപ്പോൾ കണക്കുകൾ പരിശോധിക്ക്. തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിക്ക് സീറ്റില്ലാത്ത പ്രശ്നമില്ല, കൊല്ലത്ത് പ്രശ്നമില്ല, പത്തനംതിട്ടയിൽ പ്രശ്നമില്ല, ആലപ്പുഴയിൽ പ്രശ്നമില്ല, കോട്ടയത്ത് പ്രശ്നമില്ല, ഇടുക്കിയിൽ പ്രശ്നമില്ല, എറണാകുളത്ത് പ്രശ്നമില്ല. ഞാൻ ശ്രീ ബിനീഷിനെ വെല്ലുവിളിക്കാൻ എന്ന പ്രശ്നമുണ്ട് മലപ്പുറത്ത് മാത്രമാണോ? അല്ലല്ലോ. തൃശ്ശൂരിൽ പ്രശ്നമുണ്ട്, 920 കുട്ടികൾക്ക്. പാലക്കാട് പ്രശ്നമുണ്ട്, മലപ്പുറത്ത് പ്രശ്നമുണ്ട്, കോഴിക്കോട് പ്രശ്നമുണ്ട്, വയനാട് പ്രശ്നമുണ്ട്, കാസർഗോഡ് പ്രശ്നമുണ്ട്, കണ്ണൂർ പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ ഇവർ മറികടക്കുന്ന ഒരു ടാറ്റിക്സ് ഉണ്ട്, ഒരു കണക്കിന്റെ കളിയുണ്ട് ഇവരുടെ. അതെങ്ങനെയാണെന്നറിയോ? 50 കുട്ടികൾക്കാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ കഴിയുക. ഇവരെന്ത് ചോദിച്ചാൽ മൊത്തം നമ്പർ ഇങ്ങ് എടുക്കും ജില്ലയുടെ. എന്നിട്ടോ അവിടെയുള്ള പിന്നെ VHSE, ITI, പോളി എന്താ മലബാറിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ തിട്ടൂരനുസരിച്ച് നൽകുന്ന കോഴ്സ് മാത്രം മലബാറിലെ കുട്ടികൾ തിരഞ്ഞെടുക്കണോ? നിങ്ങൾ ITI കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ITI പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് +2 പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്താ സൗകര്യം കൊടുക്കാത്തത്? ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമല്ലേ അത്? അപ്പൊ നിങ്ങൾ ITI കുറയ്ക്കും, VHSE കുറയ്ക്കും, പോളി കുറയ്ക്കും, എന്നിട്ടൊരു നമ്പർ ഉണ്ടാക്കും. ആ നമ്പറിൽ 50 എന്ന് പറയുന്നിടത്ത് മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്ന നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ടുവരും. എന്നിട്ട് 65 മാറ്റും ഒരു ക്ലാസ് റൂമിൽ. എന്നിട്ട് നിങ്ങൾ പുതിയൊരു നമ്പർ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് കുറച്ചും കൂടി എണ്ണം കുറയും. എന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു വിക്രസ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഇനി 2 or 3 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പുതിയൊരു കണക്ക്. കഴിഞ്ഞ തവണ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാൻ അപേക്ഷിച്ചവരുടെ എണ്ണം പുതുതായി അപേക്ഷിക്കണം. ഏതിന്? 3ാം ഘട്ടം കഴിഞ്ഞാൽ. അപ്പോൾ അപേക്ഷയുടെ എണ്ണം താരതമ്യേന കുറയും. 1ാം ഘട്ടം കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്തവർ അൺഎയ്ഡിൽ പോയി ചേരും. 1ാം ഘട്ടം കഴിഞ്ഞാൽ കിട്ടാത്തവർ മറ്റു കോഴ്സുകൾ പോയി ചേരും. അവർ താല്പര്യം ഉണ്ടായിരുന്ന, ആഗ്രഹം ഉണ്ടായിരുന്ന +2 ഒഴിവാക്കി കേരളത്തിന് പുറത്തു പോയി ചേരും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ശ്രീ ബിനീഷ് ഇവിടെ പറഞ്ഞൊരു കണക്കാക്കി ശ്രദ്ധിച്ചില്ലേ? 5000-ഓളം സീറ്റുകൾ ഒഴിവായിരുന്നു എന്ന്. നിങ്ങളൊരു വിദ്യാർത്ഥിയെ അവരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കൈവച്ച് നീ എന്തു പഠിക്കണമെന്ന് അവരുടെ ആഗ്രഹത്തെ നിങ്ങൾ തട്ടിമാറ്റി, അവസരങ്ങളെ തട്ടിമാറ്റി, ഏറ്റവും അവസാനം പണം കൊടുത്ത് പഠിക്കുന്ന അണ്ണയുടെ സീറ്റ് പോലും കണക്കിൽ നിന്ന് കുറച്ചിട്ട് സീറ്റ് ഒഴിവുണ്ട് എന്ന് പറയുന്ന മാന്ത്രിക വിദ്യയായി നിങ്ങൾ പറയരുത്. അത് തുറന്നു കാണിക്കാൻ മലബാറിലെ ജനങ്ങൾക്ക് സാധ്യമാകും. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇത് മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമായി ചുരുക്കി കാണിക്കുന്നിടത്ത് ശ്രീ ബിനീഷിനും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പ്രത്യേകമായി മലപ്പുറത്ത് എടുത്ത് കാണിക്കാൻ. അങ്ങനെ മലപ്പുറത്ത് മാത്രമല്ല, നിങ്ങൾ തിരുവനന്തപുരത്തെ പോലെ നിങ്ങൾ തൃശ്ശൂരിനെ പരിഗണിച്ചാൽ, കൊല്ലത്തെ പോലെ നിങ്ങൾ പാലക്കാടിനെ പരിഗണിച്ചാൽ, പത്തനംതിട്ടയെ പോലെ മലപ്പുറത്തെ പരിഗണിച്ചാൽ, ആലപ്പുഴയെ പോലെ കോഴിക്കോടിനെ പരിഗണിച്ചാൽ, കോട്ടയത്തെയും ഇടുക്കിയും പോലെ നിങ്ങൾ വയനാടിനെയും കാസർഗോഡിനെയും പരിഗണിച്ചാൽ, എറണാകുളത്തെ പോലെ കണ്ണൂരിനെ പരിഗണിച്ചാൽ, എല്ലായിടത്തും കുറവുണ്ട്. എണ്ണം വെച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ക്ലാസ് മുറിയിൽ 50 പേർ, ഇവിടെ എത്തുമ്പോൾ 65 പേർ. ഇനി 65 പേർ എവിടെ ഇരിക്കണം? ഒരു ബെഞ്ച് കൊടുത്തോ? നിങ്ങൾ പുതിയ ബാച്ച് അനുവദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ താൽക്കാലിക ബാച്ച് അനുവദിച്ചു എന്ന്. കഴിഞ്ഞ വർഷം നിങ്ങൾ പുതിയൊരു ബെഞ്ച് കൊടുത്തോ? ഒരു ഭൗതിക സൗകര്യം ഉണ്ടാക്കിയോ? ഇന്ന് മന്ത്രി പറയുന്നത് കേട്ടു മലപ്പുറത്ത് ഭൗതിക സൗകര്യത്തിന് പ്രയാസമുണ്ട് എന്ന്. പച്ചക്കള്ളം പറയാ മന്ത്രി. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് 4 വർഷം മുൻപ് ഈ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് പറഞ്ഞു പ്രശ്നം നൽകാം, ജില്ലാ പഞ്ചായത്ത് എടുത്തു കൊടുക്കാം, ക്ലാസ് മുറികൾ, ബെഞ്ചുകൾ, ഡെസ്കുകൾ നിങ്ങളൊന്ന് ഓർഡർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞവർ കേട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു പ്രത്യേക രൂപത്തിൽ മലബാറിനെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്ന ആരോപണത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ തെക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റി. വളരെ ചുരുങ്ങിയ ബാച്ചുകളാണ്. ആ മാറ്റിയിട്ട് ഇവർ ചെയ്തെന്നറിയോ? അധ്യാപകരുടെ സ്ഥിര നിയമനം ഇങ്ങോട്ട് മാറ്റിയില്ല, ബാച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു, അധ്യാപകരെ മാറ്റിയില്ല. എന്താ നിങ്ങൾക്ക് മലബാറിനോട് ഇത്ര വലിയ ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ മലബാറിനെ ഇങ്ങനെ കഴുത്തിഞ്ഞരിച്ചു കൊല്ലുന്നത്? മലബാറിലെ ജനങ്ങൾ തരുന്ന നികുതിയല്ലേ? ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? ആ നികുതി കൊണ്ടല്ലേ നിങ്ങൾ ശമ്പളം പറ്റുന്നത്? ആ നികുതി കൊണ്ടല്ലേ അധ്യാപകനായിട്ടുള്ള ശ്രീ ബിനീഷ് ഉൾപ്പെടെ ശമ്പളം വാങ്ങിക്കുന്നത്? എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകനായ ബിനീഷിനോട് പറയാനുള്ളത്, നിങ്ങൾ തുറന്നു പറയണം. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയ പ്രകാരം എൻ്റെ അറിവിൽ 30 പേർ ക്ലാസ് മുറിയിൽ ഇരിക്കണം എന്ന് രാജ്യത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം പറയാൻ, കേരളത്തിന്റെ KR ഉൾപ്പെടെ 40 പേരെന്ന് പറയാൻ, നമ്മൾ 50 പേരെന്ന് നിജപ്പെടുത്താൻ, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് 65 പേരാകണമെന്ന്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടി പോവുക കേരളത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ മലപ്പുറത്തും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും കാസർകോട്ടെയും വയനാട്ടിലെയും ക്ലാസ് മുറി ഇരിക്കണം. എന്നിട്ട് വന്നിട്ട് പറയാൻ അവിടെ പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരത്ത് പ്രശ്നമില്ല, അവിടെ 50 പേർക്ക് ഇരിക്കാം, അവിടെ ബെഞ്ചിന് പ്രശ്നമില്ല, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല. നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ക്ലാസ് മുറിയിൽ അധ്യാപകൻ ശബ്ദമിട്ട് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ശ്രീ ബിനീഷ് നിങ്ങളുടെ അധ്യാപക സംഘടന പ്രവർത്തകന്മാരോട് ചോദിക്കണം, മൈക്ക് വെച്ച് സംസാരിക്കുന്ന ക്ലാസ് മുറികളിലാണ് മലബാറിലുള്ളത്. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരും കാസർഗോഡും വയനാടും തൃശ്ശൂരും ഒക്കെ ഉള്ളത് മൈക്ക് വെച്ച് സംസാരിക്കുക ക്ലാസ് മുറിയിൽ. ആ ഗതികളിലാണ് മലപ്പുറം ഈ പറയുന്ന മലബാറിലെ വിദ്യാഭ്യാസ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് +2 റിസൾട്ട് വന്നു. ഞാൻ ബിനീഷിനോട് കേട്ടെ, +2 റിസൾട്ടിൽ നിങ്ങൾ പരിശോധിക്കുക. നേരത്തെ അജിംസ് ചോദിച്ചല്ലോ, മലബാറിൽ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ആളുകൾ ഞങ്ങളാണ് എന്ന്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവ്. ഞാൻ ബിനീഷിനെ ഡിബേറ്റിന് വേണ്ടി വെല്ലുവിളിക്കാൻ. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെടുക്ക് +2 റിസൾട്ട് വന്നല്ലോ. 10ാം ക്ലാസ് മാത്രമല്ല, +2 റിസൾട്ട് നിങ്ങൾ എടുക്ക്. ഡിഗ്രിക്ക് പഠിക്കാതെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്നത് മലബാറിലാണ്. മലബാറിൽ ആകെ ഒരു സർവകലാശാല, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. പിന്നീട് അപ്പുറത്ത് കണ്ണൂരിൽ മലബാറിന് ഈ പറയുന്ന കാലിക്കറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ പുതിയൊരു സർവകലാശാല കണ്ണൂരിൽ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അത് മാത്രമാണോ? കുസാറ്റ്
ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഈ കേരളത്തിൽ 956 നവംബർ 1 ശേഷം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട സർവകലാശാലകളുടെ പേരെടുക്കുക ശ്രീ ബിനീഷ്. ഒരു സർവകലാശാല ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഗതികേട് പോലെ 5 വർഷം ഇടവിട്ട് അധികാരത്തിൽ വരുന്ന ഇടതു സർക്കാർ ചിറ്റമ്മ നയം മലബാറിനോട് കാണിക്കുന്നതിന്റെ പേരിൽ മലബാറും മലപ്പുറവും ഈ മലബാർ പ്രദേശങ്ങളും പിന്നോക്കം പോവുകയും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വർഗീയതയുടെ ആയുധമെടുത്ത് ഇന്ന് മന്ത്രി പറഞ്ഞ പോലെ പറയുന്ന പ്രേക്ഷകർ നാട്ടുകാരൊക്കെ ഈ കഥകളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. ഈ LDF മാത്രമല്ല നിങ്ങൾക്ക് ഈ വർഗീയ സമ്മർദ്ദം ചെലുത്തിയത്, നിങ്ങളുടെ മുന്നണിയിലെ ചില ആളുകൾ തന്നെ നിങ്ങളെ വിമർശിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. അല്ലെ, ആരായാലും ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അതിനെ അതിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയ മുന്നേറ്റമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജിംസിനോട്, കേരളത്തിൽ ആദ്യമായ ഒരു സർവകലാശാല ഉണ്ടാക്കുമ്പോൾ കേരളപ്പിറവിക്ക് ശേഷം ഞങ്ങൾ ഉണ്ടാക്കി കാലിക്കറ്റിൽ CH മുഹമ്മദ് കോയ സാഹിബ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നീട് ഞങ്ങൾ സർവകലാശാല ഉണ്ടാക്കി കണ്ണൂരിൽ കുസാറ്റ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഇന്ന് +2 റിസൾട്ട് വന്നപ്പോൾ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാതെ പുറത്തിരിക്കുന്ന കുട്ടികൾ മലബാറിലാണ്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ രണ്ടാമതുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇവരുടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. കേരളത്തിൽ ആദ്യമായ ഒരു സർവകലാശാല ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ് രൂപീകരണത്തിന് ശേഷം. ഒന്നല്ല, രണ്ടാമത്തത് അവരുണ്ടാക്കിയതെന്നറിയോ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ഓപ്പൺ യൂണിവേഴ്സിറ്റി. കൊണ്ടുപോയി വെച്ചത് കൊല്ലത്താണ്. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളത് മലബാറിലാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? മലബാറിലെ കണ്ണൂരിലെയും കാലിക്കറ്റിലെയും യൂണിവേഴ്സിറ്റികളിൽ ഓപ്പൺ സർവകലാശാലയുള്ള കോഴ്സുകൾ നിങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കി ഗവൺമെന്റ്. അതോടുകൂടി എന്താ സംഭവിച്ചത്? ഒരുപാട് വിദ്യാഭ്യാസം പഠിക്കേണ്ട സീറ്റ് കിട്ടാതെ പുറത്തിരുന്നിട്ട് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മൂലം പഠിക്കാൻ കഴിയാതെ പുറത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കൊല്ലത്തേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണം, കൊല്ലത്തേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ പോകാൻ കഴിയാത്തതിന്റെ പേരിൽ പഠനം നിർത്തിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പഠനം നിർത്തിയോ പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മലബാറിലെ കുട്ടിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായാൽ, ഒന്ന് മുന്നേറാൻ സാധ്യത ഉണ്ടായാൽ, ആ സാധ്യതയും തള്ളിക്കിടക്കുന്ന രൂപത്തിലേക്ക് എന്ത് മാനസികാവസ്ഥയാണ് ഇടതുപക്ഷത്തെയും CPM-നെയും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാകാത്തത്. ഞങ്ങൾ പറയുന്നത് ഈ കാലഘട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിമാർ മലബാറിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ മലബാറിൽ ഒരു വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ഉണ്ടാകരുത് എന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാരണം, പരമ്പരാഗതമായി CPM ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഈ മലബാറിൽ. ആ വോട്ട് ബാങ്ക് വിദ്യാഭ്യാസപരമായി എഡ്യൂക്കേഷൻ നേടി വരുമ്പോൾ അവർ ഈ പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ അടിമത്ത മനോഭാവത്തിനെതിരെ പ്രതികരിക്കുകയും സ്വന്തമായി അവരുടെ കാലിൽ നിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമായി മലബാറിൽ നിന്ന് മാറുമ്പോൾ ആ മലബാറിലെ ജനവിഭാഗം CPM-നെതിരെ തിരിയുന്നു എന്ന അവരുടെ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണോ മലബാറിനെ ഇങ്ങനെ കഴുത്തു ഞെരിക്കുന്നത് എന്ന് സ്വാഭാവികമായ ഒരു സംശയം ഞങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുകയാണ്. ശരി, എന്തായാലും മന്ത്രി